മാജിക ഇപ്പൊ നമുക്ക് വണ്ടിയൊക്കെ ടെറാനോ നിപ്പുണ്ട്. നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. വാ, ഇതിപ്പോ ഈ വണ്ടി വന്നേക്കുന്നത് ഇതൊരു സെക്കൻഡ് എടുത്ത കസ്റ്റമർ വണ്ടി എടുത്ത് നമ്മൾ നേരെ കൊണ്ടുവന്നു. പുള്ളിക്ക് ഈ വണ്ടി കൊണ്ടു നടക്കാൻ ഒരു ഭയം. ടെറാനോ ആണ്, ലോകം മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടുത്താം, വണ്ടി കത്താതിരിക്കാൻ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടുത്താം. പല കാരണങ്ങളും കൊണ്ട് വണ്ടി കത്തിപ്പോകുന്നതിന്റെ കാരണങ്ങൾ പലതും ഉണ്ട്. ഇപ്പോ നോർമലി എല്ലാവരും വണ്ടി ഉപയോഗിച്ച് നടക്കുന്ന ആൾക്കാർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് വല്ല കാലത്തും അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ വെള്ളം, കാര്യങ്ങൾ, ഓയിൽ നോക്കത്തുള്ളൂ. എല്ലാവർക്കും വീട്ടിൽ നോക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഓയിൽ, അതിന്റെ വെള്ളം നമുക്ക് തുറന്നു നോക്കിയാൽ, ക്യാൻ തുറന്നു നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഈ വണ്ടി വന്നേക്കുന്നത് ഇതൊന്ന് കാണിക്കാം. അങ്ങനെ ഇപ്പൊ ഈ വണ്ടി വന്നേക്കുന്നത് വയറിംഗ് കിറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പുള്ളിക്ക് ഒരു വണ്ടി കൊണ്ടു നടക്കാൻ ഒരു ഭയം. അതുപോലെ വൈപ്പർ മോട്ടർ അത് വെളിയിലൊരു പുള്ളി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ ചോദിച്ചപ്പോൾ ഉള്ള കാണിച്ച റേറ്റ് അവിടെ എന്തോ 4000 രൂപ മറ്റേ റേറ്റ് വരുന്നത്. നമ്മൾ 400 രൂപയ്ക്ക് ഇപ്പോൾ അതിന്റെ മോട്ടർ സർവീസ് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുക. വേറെ അതുപോലെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലോത്തുകൾ വരുന്നത്, ഈ ക്ലോത്തുകൾ ഇത് കണ്ടില്ലേ, ഈ ക്ലോത്ത് എല്ലാം നമുക്ക് നേരെ ബാക്കിലെ സൈലൻസർ 85 ഇഞ്ചിനാ, ഇത് 85 ഉണ്ടെണ്ണ ഈ ഇഞ്ചിനാ വരുന്നത്. പക്ഷെ ഇതിന്റെ അകത്തോട്ട് ഈ ക്ലോത്ത് നേരെ സൈലൻസറിന്റെ ഭാഗത്തോട്ട് വന്ന് വീഴുന്നു. അവിടെ ഇരുന്ന് അത് ഉരുകി തീ പിടിക്കുക. ഒരു വയറിംഗ് ഷോട്ട് അല്ല അപ്പൊ അതൊരു വയറിംഗ് ഷോട്ട് അല്ല, അത് തീ പിടിക്കുന്ന ചിന്തിക്കുന്നത് വയറിംഗ് ഷോട്ട് അല്ല. പക്ഷെ അത് അവിടെ ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് അതൊരു വയറിലോട്ട് കയറി പിടിക്കുക. വയറ് കയറി പിടിക്കുമ്പോൾ അതൊരു വയറിംഗ് ഷോട്ടിലോട്ട് ആയി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അതിലോട്ട് ചെയ്തു കൊടുക്കാനുള്ള ഇല്ല. കത്തി കഴിഞ്ഞാൽ പിന്നെ കൈയും കെട്ടി നോക്കിയിരിക്കുക. ഒരു പരിധി കഴിഞ്ഞ് തീ പിടിച്ചാൽ അറിയാലോ, നമുക്ക് കൈയും കെട്ടി നോക്കിയപ്പോ നടക്കത്തുള്ളൂ. കത്തിച്ച് കളയാതിരിക്കാൻ ഫസ്റ്റ് തീ പിടിക്കുന്നു, ചാടി വരിക. ഇത് നോക്ക്, ചാടി വരിക. ഈ ബാറ്ററി വയർ ടൈറ്റ് ആയിരിക്കും. ഇവിടെ ഒരു 10ന്റെ നെട്ടുണ്ട്. ആ 10ന്റെ നെട്ട് അയച്ച് നേരെ ഊരി വിടുക. വണ്ടി എഞ്ചിൻ ഓഫ് ആക്കി കൺഫേം ആക്കുക. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വണ്ടിയെ കരുതുക. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഏതെല്ലാം സൈഡിൽ വെക്കാനുള്ള ഇതേ ഉള്ളൂ. ഒരു വാട്ടർ ക്യാൻ കുഴപ്പമുള്ളൂ. വെള്ളം അടിച്ച് ആ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ഭാഗത്തോട്ട് നമ്മൾ ഈ അടിച്ച് തീ അടിക്കുന്ന ഭാഗത്ത് അടിച്ച് കളയുക. അത്രയോടെ അത് വെള്ളം ഫയർ നിൽക്കും. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുത്ത് അടുത്തുള്ള ഏതെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ വയറിംഗ് ചെയ്യുന്ന വർക്ക്ഷോപ്പിലോ വണ്ടി എത്തിക്കുക. നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ നമ്മൾ കണ്ടോണ്ട് തന്നെ അത് പോകത്തുള്ളൂ. ഇച്ചിരി ധൈര്യം കാണിക്കണം വണ്ടി കൊണ്ട് നടക്കുമ്പോൾ, ഉറപ്പായിട്ടും. നമുക്ക് ഇല്ലാത്തതാണ് അതായിരിക്കും ധൈര്യത്തിന്റെ ഒരു കുറവ്. എല്ലാരും അത് തന്നെ, എല്ലാരും പാനിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറി ഇന്ന് കൈയും കെട്ടി നോക്കിയപ്പോ നടക്കത്തുള്ളൂ. വണ്ടി കത്തിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ നടക്കുള്ളൂ. അതുപോലെ നാട്ടുകാർ ഓടിക്കൂടുന്നവരുണ്ടാവും, സൈഡിൽ ഓടിക്കൂടുന്നവർ നേരെ വന്ന് വെള്ളം കോരി ഒഴിക്കത്തുള്ളൂ. വെള്ളം കോരി ഒഴിക്കുന്നവർ ഇതിന്റെ തീ കത്താനുള്ള പ്രവണത കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ വയറും കെട്ടി കത്തിപ്പൊക്കൊണ്ടിരിക്കുക. കത്തിപ്പോയി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നോക്കിയിട്ടല്ല, ഇതൊക്കെ ഒരു 4 ലക്ഷം രൂപ റേറ്റ് ഉള്ള വണ്ടിയാ. 4 ലക്ഷം രൂപ കത്തിപ്പോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഇപ്പോഴും ക്ലെയിം കിട്ടാതെ വണ്ടി കിടപ്പുണ്ട്. പോയി മുതല് നോക്കിയാ ശകലം പരിപാടികളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താം. എന്തായാലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അത് തന്നെ നല്ല സന്തോഷം. എന്തായാലും കറക്റ്റ് എല്ലാം പറഞ്ഞൊക്കെ തോന്നല്ലോ. അത് തന്നെ. അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. കത്തുന്ന സമയങ്ങളിൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും, അതിൽ ഒഴിവാക്കാനുള്ള മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ.